ഒന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് സ്ഥലം കുത്തി ചാടേണ്ടേ. അപ്പം നമ്മൾ പാഞ്ചാലി മേടിനോട് ടാറ്റ പറഞ്ഞ് പോവാണ്. ആ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ വ്യൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നലെ നമ്മൾ പാഞ്ചാലി മേടായിരുന്നു കണ്ടത്. എങ്കിൽ ഇന്ന് നമ്മൾ പാഞ്ചാലി മേടിൽ നിന്ന് ഇറങ്ങി നേരെ കുട്ടിക്കാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏകയം വാട്ടർഫോൾസ് എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾസിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ ആക്ച്വലി വേറെ വ്യൂ പോയിന്റ്സിലോട്ടൊക്കെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു നിന്നത്. പക്ഷേ നല്ല വെയിലുണ്ട്. ഇപ്പോൾ പാഞ്ചാലി മേടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 11:30 മണി 12 മണിക്കകത്തായി. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇനിയൊരു വ്യൂ പോയിന്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പഴുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും വാട്ടർഫോൾസിൽ പോയി ഒന്ന് തണുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് അടുത്ത വ്യൂ പോയിന്റ്സിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന കുട്ടിക്കാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏകയം വാട്ടർഫോൾസ്. നല്ല വാട്ടർഫോൾസ് കേട്ടോ. ബാ പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ പാഞ്ചാലി മേടിയിൽ നിന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ കയറി വന്ന അതേ ഓഫ് റോഡ് തിരിച്ച് ഇനി താഴോട്ട് ഇറങ്ങുവാണ്. അപ്പം ഇപ്പം തിരിച്ചു പോകുന്ന സമയമായപ്പോഴത്തേക്ക് ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് വണ്ടികളും വാനും എല്ലാം വന്ന് ഇവിടെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ട് റോഡ് മുഴുവൻ. അപ്പോൾ അത്രയധികം ആൾക്കാർ അതിനുശേഷം എത്തിയിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്, 10-11:30 ആയിട്ടുണ്ട്. എന്നിട്ടും ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി സൂക്ഷിച്ചു പോകണം. നല്ല ഓഫ് റോഡാണ്. പെട്ടെന്നൊരു വണ്ടിയൊക്കെ ഓപ്പോസിറ്റ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ ചെറുക്കി വീഴാനൊക്കെ ചാൻസ് ഉള്ള റോഡാണിത്. എന്തോ പറ്റിയതാ? ഇവിടെ സ്ലിപ്പായില്ലേ? ആ മനസ്സിലായി. ഞാൻ കണ്ടെന്ന് വെച്ചല്ലേ, ബാക്ക് ടയർ ഇങ്ങനെ ആടാ. ബാക്ക് ടയറേ ഇങ്ങനെ സൈഡ് കൊണ്ട് വെട്ടിപ്പോയി. അതാണ് നീ കരിഞ്ഞത്. ഞാൻ കുറഞ്ഞ ചെറിയ വര, അത് കുഴപ്പമൊന്നുമില്ല. വലിയ വരൊന്നുമില്ല. ഇതേ ഉള്ളു, വേറൊന്നും പറ്റി. പയ്യട വീണു. ഇതെന്തോ ഇപ്പൊ പറ്റിയാണോ? ഇത്രയോ അങ്ങനെ വീണോ? ഇല്ല, വേറെ അവിടെ തട്ടിയില്ല. ഈ ഒരു വരവും ഓട്ടോക്കാരെ ഇങ്ങോട്ട് കയറി പിടിച്ച്, അത് കണ്ട് ഞാൻ എന്തോ അവിടെ പിടിച്ച്. നിന്റെ ടയറേ ബാക്കിലെ ടയർ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതാ ചരിഞ്ഞു പോയത്. യോ കൊക്ക, മയില്. അതാ പറഞ്ഞേ, അത് ഹോണല്ലേ. ഞാൻ പെട്ടെന്ന് ഓൺ ചെയ്ത് കേട്ടാ. ഇല്ലടാ, അത് ഇവിടെ നീ തങ്ങി കിടന്നേനെ. ഈ മരത്തിലവിടെയും തങ്ങി കിടക്കും. എന്തായാലും ഒന്നും പറ്റാഞ്ഞ കാര്യമായി. സേഫായിട്ട് റൈഡ് കേട്ടോ കേട്ടാ. ഒന്നും പറയണ്ട ഗൈസ്, ഈ സ്ഥലമില്ലാത്ത സ്ഥലത്തൂടെ ഒരു ഓട്ടോക്കാരൻ കയറി ഇങ്ങ് വന്ന് ചെറുക്കൊന്ന് ചെറുതായിട്ട് ലെഫ്റ്റിലോട്ട് വെട്ടിച്ചതാണ്. പക്ഷേ ടയർ ഒന്ന് സ്ലിപ്പായി വീണ് ഭാഗ്യത്തിന് കൊക്കയിലോട്ടൊന്നും പോയില്ല. അങ്ങനെ ഗൈസ്, നമ്മൾ റൈഡ് ചെയ്ത് നേരെ കുട്ടിക്കാനം ജംഗ്ഷന് വളരെ അടുത്തായിട്ട് തന്നെ, ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മളിനി അതിൻ്റെ അകത്തോട്ട് ഒന്ന് പ്രവേശിക്കാൻ പോവുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാർണിംഗ് ബോർഡ്സ് എല്ലാം ഇവിടെ കാണാം നമുക്ക്. ചെറിയൊരു ട്രക്കിംഗ് ആണല്ലോ മനീഷ. തണുപ്പുണ്ടോ? വല്ലാത്ത കയറ്റം തന്നെ. തിരിച്ചിറങ്ങുമ്പോൾ തെന്നി വീഴാതെ നോക്കിയാൽ മതി. ഫേസ് ഇവിടെ കിടക്കുന്ന ഈ സാധനം കണ്ടോ? സ്ലിപ്പാവുന്ന സാധനം. തിരിച്ചിറങ്ങുമ്പോൾ തെന്നാതെ പോകണം. വാ, കുറച്ചുകൂടെ മേളിൽ പോയിട്ട് നമുക്ക് കാര്യം പറയാം. ഇവിടെ നടന്ന് ഉറങ്ങിയാലേ? 10 മിനിറ്റ് കിടക്കാല്ലേ? കിടന്നാലേ 10 മിനിറ്റ്. ഞാൻ കിടക്കാൻ പോവാ.
എൻ്റെ പൊന്നു ഗൈസ്, ഒരു രക്ഷയില്ല. ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇത്രയധികം മരമെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള എയറാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്, ഫ്രഷ് ഓക്സിജൻ. അതിന് പുറമെ ഈ ഒരു വെയിലിൻ്റെ യാതൊരു കാഠിന്യവും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്ത് അനുഭവപ്പെടത്തില്ല. നമുക്ക് അത്രയധികം ഒരു തണുത്ത AC ഇട്ട റൂമിൻ്റെ അകത്തൊന്ന് കയറിയ ആ ഒരു ഫീലിംഗ് ആണ് ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ ക്ഷീണിച്ച് ഗൈസ്, കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ച്. നൈസ് സ്പോട്ടാട്ടോ. ആ ഒരു ചൂട്, ഇത്രയും വെയിൽ കൊണ്ടിട്ട് വണ്ടി ഓടിച്ച് വന്ന് ഇതിൻ്റെ അതോട് കയറിയപ്പോൾ സ്വർഗം. നല്ല തണുത്ത കാറ്റ്, നല്ല സമാധാനം. ഇതാണ് നമ്മുടെ വാഗമണിൻ്റെ അടുത്തുള്ള പൈൻ ഫോറസ്റ്റ്. ചുറ്റും പൈൻ മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് ഇതിൻ്റെ അകത്ത് നമുക്ക് നിൽക്കുമ്പോൾ ഫീൽ ചെയ്യും. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചൂട് കൊണ്ട് ക്ഷീണിച്ച് വന്നവരെല്ലാം അവസാനം ഇവിടെ വന്ന് കുറച്ച് നേരം ശാന്തമായി ഈ ഉച്ചക്കത്തെ വെയിൽ സമയത്താണ് കൂടുതൽ ഇവിടെ വരുന്നത്. നല്ല തണുത്ത കാറ്റാണ്. ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എല്ലാവരും പിന്നീടുള്ള വ്യൂ പോയിൻറ്റ്സിലോട്ട് സാറിന് പോകുന്നത്. അല്ലെങ്കിൽ ആവിയായി പോകും. അല്ലെങ്കിൽ നല്ല മഞ്ഞും മഴയൊക്കെയുള്ള സമയത്ത് വന്നാൽ സീനില്ല. ഇപ്പം അത്യാവശ്യം വെയിലുണ്ട്. കിടക്കുന്നില്ല മനുഷ്യ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പൈൻ ഫോറസ്റ്റിലാണ്. കറക്റ്റ് നമ്മുടെ കുട്ടിക്കാനം ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ പൈൻ ഫോറസ്റ്റിലോട്ട് വരാൻ വേണ്ടി. ജസ്റ്റ് കുട്ടിക്കാനം ജംഗ്ഷനിൽ എത്തിയതിന് ശേഷം പൈൻ ഫോറസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. നമ്മളെ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് എത്തിച്ചോളും. പ്രത്യേകിച്ച് വലിയ എൻട്രാൻസോ കാര്യങ്ങളൊന്നുമില്ല. റോഡിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് നമുക്ക് കാണാം. റോഡിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ആയിട്ട് നമുക്ക് പൈൻ മരങ്ങൾ നിൽക്കുന്ന ആൾക്കാർ കയറുന്നതൊക്കെ കാണാം. അതാണ് സ്ഥലം. അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇവന്മാർ ഒരു വാട്ടർഫോൾസിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെ പോകാതെ ഇവിടെ വന്നേന്ന്. അതിനുള്ള റീസൺ പറഞ്ഞോളിയാ. അവൻ ഫോണിൽ ബിസി ആയി പോയി. അവിടെ വെള്ളമില്ല. ഞങ്ങൾ വരുന്ന വഴിയിൽ ആ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്ക് കുറേ ഓട്ടച്ചേട്ടന്മാർ പറഞ്ഞ്, നിങ്ങൾ വെറുതെ അങ്ങോട്ട് പോകല്ലേ, പോയിട്ട് കാര്യമില്ല, ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, പാറ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. വെള്ളമില്ലാത്ത സമയമാണ്, ആ സീസണാണ്. അതുപോലെ നമ്മളില്ല നമ്മുടെ ചാർലി സിനിമയിൽ ദുൽഖർ ഇടയ്ക്ക് മറ്റേ ടോവിനായിട്ട് വല്ല മോഹം കഴുകുന്നൊരു സീനുണ്ടല്ലോ, ആ ഒരു ഫോൾസിൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്ന് അവിടെ ഒരു തുള്ളി വെള്ളം പോലും വീഴുന്നില്ല. അപ്പം കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ട് നിൽക്കുവാണ് അല്ലേ മനീഷേ? അതുകൊണ്ടാണ് പിന്നെ വാട്ടർഫോൾസിൽ പോകണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ആയിട്ട് വാഗമണിൻ്റെ അടുത്ത് കുറച്ച് ലേക്കും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് പോകാൻ ടൈമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മളെന്തായാലും ഉച്ച സമയമായിട്ട് എന്തായാലും നേരെ വ്യൂ പോയിൻറ്റ്സിൽ പോയാൽ ചൂടായിരിക്കും, ഭയങ്കര വെയിലായിരിക്കും. അതുകൊണ്ടൊന്ന് റെസ്റ്റ് ചെയ്യണം, നല്ല ക്ഷീണിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് തപ്പിയ സ്ഥലമാണ് പൈൻ ഫോറസ്റ്റ്. കറക്റ്റ് സ്ഥലം കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലം. കാരണം ഈ ഒരു വെയിൽ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഈ പൈൻ ഫോറസ്റ്റ് ഒന്നിരുന്ന് കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. വെളിയിൽ ആ ചൂടും ഈ ഇത്രയും മരത്തിൻ്റെ ഇടയിലോട്ട് കയറിയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആ ഒരു തണുപ്പ്. ആളുമില്ല, ഇപ്പം ആളും ഇല്ല. ഞങ്ങൾ കയറിയപ്പോൾ ആ കയറുന്ന സ്ഥലത്ത് കുറേ പെണ്ണുങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരും ഇത് തന്നെ ആ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടി വന്ന് കയറി നിൽക്കുക ഉച്ച സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഏതാടാ മറ്റേ നമ്മുടെ വ്യൂ പോയിന്റ് പോകാമെന്ന് പറഞ്ഞാൽ പരുന്തുംപാറ വ്യൂ പോയിന്റിൽ പോകണമെന്നായിരുന്നു പ്ലാൻ. അപ്പോൾ അവിടെ ഈ സമയത്ത് ഉച്ചയ്ക്ക് കയറിയാൽ നല്ല വെയിലായിരിക്കും, ഫുള്ള് സ്റ്റാമിനയിൽ പോയി നമ്മൾ ക്ഷീണിക്കും. അതുകൊണ്ടാണ് തൽക്കാലം ഉച്ചയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും സ്ഥലം വേണമെന്ന് വിചാരിച്ച് കയറിയതാണ്. എന്തായാലും കാര്യമായി. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നേരെ വെയിലൊന്ന് താഴുമ്പോഴത്തേക്ക് നമ്മൾ പരുന്തുംപാറ വ്യൂ പോയിന്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകളിൽ നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഫുഡൊന്നും കഴിക്കാൻ കയറിയിട്ടില്ല, ഉച്ചയായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും നിൽക്കുന്നില്ല, കാരണം അത് ഒട്ടും സമയമില്ല. നിങ്ങൾക്കറിയില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മളൊരു 1 ഡേ ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇടുക്കി പോലത്തെ ഒരു ജില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരിക്കലും കണ്ടു തീർക്കാൻ കഴിയത്തില്ല. നമ്മളുള്ള ബഡ്ജറ്റിൽ ഒരു ദിവസം കൊണ്ട് പ്രധാനപ്പെട്ട കുറച്ച് വ്യൂ പോയിൻറ്റ്സും എല്ലാം കണ്ടുവരാമെന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു ഇറങ്ങിയിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ട് ഇന്ന് കാണാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
രാമക്കൽമേടാണ്. രാമക്കൽമേട് നമ്മൾ ഈ കുട്ടിക്കാനത്ത് നിന്ന് ഏതാണ്ട് 70 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. 3-3.5 മണിക്കൂറെങ്കിലും റൈഡ് ചെയ്ത് അവിടെ എത്താൻ സമയമെടുക്കും. കാരണം അങ്ങനത്തെ റോഡുകളൊക്കെയാണ്. അതുപോലെ തമിഴ്നാടിൻ്റെ ബോർഡറിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടം വരെയൊക്കെ നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ സൺസെറ്റ് സമയത്തെങ്കിലും എത്തിയാലേ പ്രയോജനമുള്ളൂ. അപ്പം നമ്മൾ കഴിവതും വേഗം ഇനി അടുത്തുള്ള ഒരു വ്യൂ പോയിന്റിലും കൂടെ ഒന്ന് കയറിയിട്ട് പെട്ടെന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത് നമ്മളിപ്പം പോകാൻ പോകുന്ന വ്യൂ പോയിന്റ് നമ്മൾ നേരത്തെ നിന്ന പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന പരുന്തുംപാറ എന്ന് പറയുന്ന വ്യൂ പോയിന്റാണ്. വളരെ പ്രശസ്തമാണ് പരുന്തുംപാറ. ഒട്ടുമിക്ക ആൾക്കാരും വാഗമണിലൊക്കെ വരുമ്പോൾ പോകുന്ന ഒരു വ്യൂ പോയിന്റാണ്. നല്ല കിടുക്കാച്ചി വ്യൂ പോയിന്റാണ്. അത് മസ്റ്റായിട്ട് നിങ്ങൾ കാണണം. അപ്പം ആ ഒരു വ്യൂ പോയിന്റിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. പിന്നെ മുട്ടക്കുന്ന്, അങ്ങനെ ഒരുപാട് വാഗമണ്ണിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ എല്ലായിടത്തും കയറാൻ നമുക്ക് ടൈമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എളുപ്പം പരുന്തുംപാറ പോയിട്ട് നമ്മൾ രാമക്കൽമേട് വിടും. അങ്ങനെ നമ്മൾ രാമക്കൽമേടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഫാൽക്കൺ റോക്സ് എന്ന് പറഞ്ഞൊരു റിസോർട്ടൊക്കെ പോകുന്ന വഴിയിലായിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ പരുന്തുംപാറ എന്ന് പറയുന്ന അതിപ്രശസ്തമായ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. നമ്മുടെ മനീഷ് ഇതിനു മുമ്പ് പോയിട്ടുണ്ട് പരുന്തുംപാറ. അപ്പോൾ അവൻ പറഞ്ഞാണ് ഞാൻ ഈ സ്ഥലം അറിഞ്ഞത്. അങ്ങനെ നമ്മൾ പോകാൻ തീരുമാനിച്ച സ്ഥലമാണിത്. അപ്പോൾ ഇവിടെയും ഒരു പ്രധാനപ്പെട്ടൊരു ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ടൊരു വലിയ കല്ലുണ്ട് ഇവിടെ. ആ ഒരു കല്ലിൻ്റെ അവിടെ പോയി കുറച്ച് പേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവിടെ പോയി നിന്ന് നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അഗാധമായ കൊക്കയാണ്. അതായത് അവിടെ വെച്ച് റിസ്ക് എടുത്ത് തന്നെയാണ് ചെന്ന് കയറേണ്ടതും. അത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് റിസ്ക്കാണ് അങ്ങോട്ട് കയറുന്നത്. കയറി അവിടെ ഇരിക്കുന്നതാണ് അതിലും വലിയ റിസ്ക്. ഒരു നിമിഷത്തെ അശ്രദ്ധ ഉണ്ടെങ്കിൽ നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല. അമ്മാതിരിയുള്ളൊരു സൈറ്റാണത്. അപ്പോൾ ആ ഒരു സ്ഥലമൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണ്. അപ്പം ഈ ഒരു കുട്ടിക്കാനം വാഗമൺ റീജിയനിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട, ഫാമിലിയായിട്ട് തന്നെ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പരുന്തുംപാറ. അതിമനോഹരമായ വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ധാരാളം ആളുകളും കച്ചവടക്കാരും ഒക്കെ നിൽക്കുന്ന കാണാം. അപ്പം നമ്മൾ പരുന്തുംപാറയുടെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ അടുത്ത പാർട്ടിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.